കാറ്റത്തെ കിളിക്കോളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷ് ആണെങ്കിൽ അവിടെ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നേട്ടാ. ആ സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ചായക്കട ഇരുന്നിട്ടാണെങ്കിൽ വലിയച്ഛനാണെങ്കിൽ നമ്മളെ സുനന്ദയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹരീഷ് കേൾക്കാൻ വേണ്ടിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ഹരീഷും അവരെല്ലാവരും നിധിയെ കൂട്ടി അവിടെ സുനന്ദയെ പെണ്ണാണാൻ പോയ കാര്യവും എല്ലാമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അതുപോലെ തന്നെ ഹരീഷ് അവരാണെങ്കിൽ അവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയെന്നും അതുപോലെ തന്നെ സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷിൻ്റെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞെന്നും അതുപോലെ സുഭാഷിനാണെങ്കിൽ നാട് മൊത്തം നടന്ന് പെണ്ണ് നോക്കിയിട്ട് ഒന്നും ശരിയായില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ ഹരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. ബ്രോക്കറെ വാക്ക് കേട്ട് വീട് കാണാൻ വന്ന ആൾക്കാരാണെങ്കിൽ തലയിൽ കൈ വെച്ചിട്ട് അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് പോയെന്നാ കേട്ടേന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ വലിയച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കളിയാക്കിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നത് നമ്മളെ ഹരീഷാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ ബൈക്കൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് പൈസ എല്ലാം വാങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ നേരെ ചായക്കട ഫ്രണ്ടിലാണെങ്കിൽ ഇരുന്ന് പത്രം വായിക്കുന്ന വലിയച്ഛൻ്റെ അടുത്തോട്ടൊക്കെ ചെല്ലുന്നു. നമ്മൾ ഹരീഷാണെങ്കിൽ വലിയച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെ ഒന്ന് വരണമെന്ന് പറയും. അപ്പോഴത്തേക്കാണ് വലിയച്ഛൻ പറയും ഞാനൊന്നും വരത്തില്ല എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ താൻ എന്തായാലും ഇന്ന് നാറും, അതിപ്പോൾ ഇവിടെ ആൾക്കാർ മുമ്പ് വെച്ച് നാറണോ അതോ തന്നിച്ച് വന്നിരുന്ന് നാറണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മളെ വലിയച്ഛനാണെങ്കിൽ പയ്യ ഹരീഷിൻ്റെ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഹരീഷാണെങ്കിൽ വലിയച്ഛനടുത്ത് പറയുന്നുണ്ട് കല്യാണം എങ്ങനെ നടന്നതെന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി നിങ്ങളെ മരുമകളാണ് ഞങ്ങളെ വീട്ടിൽ മതിൽ ചാടിയിട്ട് സുഭാഷ് ചേട്ടൻ്റെ മതിയെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച കണക്ക് തന്നെ നടന്നേനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളാണെങ്കിൽ കണ്ടെത്തിയ വലിയ തറവാട്ടിലെ ദുബായ് ഷെയ്ഖ് ആളുണ്ടല്ലോ അയാളെ വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ സുനന്ദ എൻ്റെ ചേട്ടനെ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹരീഷ് പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ അന്ന് ആ കല്യാണം വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ് നിങ്ങൾ ആ സുനിതയുടെ കല്യാണം നടന്നതും ഇപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഇന്ന് ഈ ചായക്കട ഫ്രണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്നൊക്കെ പറയുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ കല്യാണം ഒന്ന് മുടങ്ങി പോയായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ, നാട്ടുകാർ നിങ്ങളെക്കുറിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നിശ്ചയിച്ച കല്യാണം മുടങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് സുഭാഷ് ചേട്ടനാണെങ്കിൽ സുനിതയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ കല്യാണം നടത്തിയിട്ടാണെങ്കിൽ ആ കല്യാണം നടത്തിയ കഥകളും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വലിഞ്ഞേറിയ കല്യാണത്തിന് വരുന്ന കഥകളൊക്കെ ആണല്ലോ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെ കാര്യമല്ലാത്ത കഷ്ടം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളെ മാറ്റി നിർത്തി ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാന്യത, അല്ലാതെ എനിക്ക് ഇതൊക്കെ വലിച്ച് എല്ലാവരും കേൾക്കുക എനിക്ക് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാം, അത് ഞാൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വലിയച്ഛൻ പറയുന്നുണ്ട് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് പിന്നെ ഞാൻ ആ നടന്ന സത്യം ഞാൻ ഇവിടെ പറയണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങളൊക്കെ തലയിൽ തുണിയിട്ടിട്ട് ഇവിടെ നടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതേ പിന്നെ ഈ വലിയച്ഛൻ കുലിയച്ഛൻ എന്നൊക്കെ ഉള്ള ആ ബഹുമാനവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സുഭാഷ് ഏട്ടൻ തന്നിരിക്കും, പക്ഷേ എന്നെയൊന്നും അതിനൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു. വെറുതെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ കളവാക്കി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ താങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചായക്കടക്കാരാണെങ്കിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗംഗാധരേട്ട എന്താ അവിടെ ഒരു സംസാരം എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയത്ത് നമ്മൾ ഗംഗാധരേട്ടൻ പറയുന്നുണ്ട് ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കാണിക്കാൻ നിധിക്കാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ, ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരുന്നത്. അപ്പോഴത്തേക്ക് അന്ന് നിധി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് വിളിക്കും കേട്ടോ. അപ്പം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പം ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലോ, അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിന് നാളെ വരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിധിക്ക് കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ സുഭാഷ് ആണെങ്കിലും ഹരീഷ് ആണെങ്കിലും കാറിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് നമ്മൾ ആണെങ്കിൽ പിന്നെ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്കും നല്ല സങ്കടം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിധി വിളിക്കുന്നത് എന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹരീഷ് ആണെങ്കിൽ സുധിയെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോഴത്തേക്ക് പറയും അതല്ല പറഞ്ഞത്, എനിക്കാണെങ്കിൽ നിധി വിളിക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എനിക്കും സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എന്താ ഒരു സ്മെല്ലെന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വണ്ടിയിലോട്ട് നോക്കുമ്പോൾ നിറയെ ഫുഡ് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ചോദിക്കും ഇതെന്താ നിറയെ ഫുഡ്, ഇത് ആര് വാങ്ങിയതാന്ന് ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട് എന്തായാലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് വേറെ നിറയെ നല്ല ഫുഡ് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട്, റൊമാലിയ റൊട്ടിയുണ്ട്, അതുപോലെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് അത് കാശ് കൊടുത്താണെങ്കിൽ സുധിയേട്ടൻ ഇതൊക്കെ വാങ്ങിക്കാനോ എന്ന് ചോദിക്കും. അപ്പോൾ അല്ലടാ എനിക്ക് വെറുതെ കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അല്ല കുടുംബത്തിന് വേണ്ടി സുധിയേട്ടനാണെങ്കിൽ ഇങ്ങനെ പൈസ ഒന്നും ചിലവാക്കത്തില്ലല്ലോ. സുധി പറയും നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചല്ലേ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കും നീയാണല്ലോ വീട്ടിൽ ചിലവൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ
ഹരീഷ് പറയുന്നുണ്ട് സുഭാഷേൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, ഞാൻ ആ വീട്ടിലെ ആവശ്യത്തിനൊക്കെ പൈസയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആ സുധിയേട്ടനല്ലേ കൊടുക്കാത്ത, എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പോഴേ നൈസായിട്ട് അവിടുന്ന് മുങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ വണ്ടിക്കകത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നികേഷ് ആണെങ്കിലും സുഭാഷുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, മതിയുടെ ഞാനാണെങ്കിൽ പോട്ടെന്ന് പറയുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുന്ന സമയത്താണ് നമ്മൾ നികേഷ് പറയുന്നുണ്ട്, കുറച്ചും കൂടെ നേരം കഴിഞ്ഞ് പോകാം സുഭാഷേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷും നികേഷും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കവറൊക്കെ ഇരിക്കുന്നുണ്ട്. ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഫുഡാന്ന് ചോദിക്കും. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷിനെ കളിയാക്കിയിട്ട് ചെറിയ കമൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മളെ നിധിയൊക്കെ പറയുന്നുണ്ട്, ആ ശരി എന്നാൽ പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകിയിട്ട് വരാനൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കുള്ള ഫുഡിങ് തന്നേക്കാൻ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ നിധിയാണെങ്കിൽ ഒരു ബോക്സ് ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷിനാണെങ്കിൽ ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല, നല്ല സങ്കടം സുഭാഷിനുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മളെ സുധിയാണെങ്കിൽ നികേഷിൻ്റെ ചെവിയിൽ ഇങ്ങനെ എന്തോ രഹസ്യ കണക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ അവർ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ നിധിയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ കൈയൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് അവർ എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അനിയന്മാരൊക്കെ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടാണെങ്കിൽ നമ്മളെ സുഭാഷിനെയൊക്കെ അവർ വിളിച്ചുകൊണ്ട് ഡാൻസൊക്കെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഭാസ്കരനാണെങ്കിൽ വെളിയിൽ ഇരിക്കുന്ന സമയത്ത് വയ്ക്കുന്നത്, ഇത് എവിടെ നിന്ന് പാട്ട് വരുന്നത്, ഞാനാണെങ്കിൽ പാട്ട് വെച്ചിട്ടില്ലല്ലോ, ഈ വീട്ടിൽ ഞാനല്ലേ പാട്ട് വയ്ക്കുന്നത്, അപ്പോൾ ഇവിടെ ആരാ പാട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരൻ പോയി ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ അകത്ത് തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഭാസ്കരൻ പറയുന്നത്, നിർത്തില്ല, ഇതാണോ ഡാൻസ്, ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയും നല്ല ട്രെൻഡി പാട്ട് വയ്ക്കണമെന്ന് പറയും. അങ്ങനെ ട്രെൻഡി പാട്ടൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഭാസ്കരനാണെങ്കിൽ അവർക്ക് ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ആ എല്ലാവരും ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അച്ഛനും മക്കളും കൂടെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ വാ മോളും ഡാൻസ് കളിക്കാനൊക്കെ പറയുന്നു. അങ്ങനെ ഒരു അച്ഛനും മക്കളും എല്ലാവരും കൂടെ അവിടെ അടിച്ചൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ പിറ്റേന്ന് കാണിക്കാൻ നമ്മളെ സുധിയാണെങ്കിൽ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ഹരീഷ് കൊണ്ട് ചോദിക്കുന്നുണ്ട്, താൻ എവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധി പറയുന്നുണ്ട്, അത് ഇന്നല്ലേ പിന്നെ നിധിക്കാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ, അപ്പോൾ അതിന് പോകാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹരീഷ് ചോദിക്കുന്നുണ്ട്, അതിന് താനെന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതിന് ഇൻ്റർവ്യൂ തനിക്കല്ലല്ലോ ഏട്ടത്തിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിയല്ലേ ഒരുങ്ങി പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഒന്ന് മാറി ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധിയാണെങ്കിൽ മാറി കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ രണ്ടും കൂടെ അവിടെ കിടന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപൊളിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മതിയടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമ്മൾ സുധി അങ്ങോട്ട് മാറിയിട്ടാണെങ്കിലും ഫോണിനകത്തൊക്കെ നോക്കിയിട്ടാണെങ്കിലും മുടിയൊക്കെ ചീപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും കണ്ണാടി ഒരെണ്ണം കൂടെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മൾ സുഭാഷ് ആണെങ്കിലും സുധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിധിക്ക് ഇൻ്റർവ്യൂ പോകുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധി പറയുന്നുണ്ട്, അതിന് നിധി ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ നിധിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പുറത്തോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടത്തി സാരി സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നികേഷിനാണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്, കാര്യച്ച ഫ്രണ്ട്സ് എല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കുറച്ച് ടഫാണെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ഏട്ടത്തി, എല്ലാം പാസ്സാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ പിന്നെ സുധീഷാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നിധിയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് ചോദിക്കും, താനെന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാലി കണക്ക് ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ സുധി പറയുന്നുണ്ട്, ഞാൻ ഇന്നും കൂടെ കൂടി ഞാൻ 3 വട്ടമാണ് ഇപ്പം ഞാൻ നിധി സാരി കൊടുത്ത് കണ്ടിട്ടുള്ളത്, എന്ത് ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഓ ഇതിനൊക്കെ ഞാനിപ്പോൾ ഒന്ന് മൂളണമായിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധിയാണെങ്കിൽ മാറി നിന്നിട്ടാണെങ്കിൽ ഫോണിലാണെങ്കിൽ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷാണെങ്കിൽ നിധിയുടെ പറയും മോളെ കഴിച്ചിട്ട് പോകാനൊക്കെ പറയുമ്പോഴത്തേക്കും നിധിയാണെങ്കിൽ പറയും വേണ്ടാന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ സുഭാഷ് വിടത്തില്ല. അപ്പോൾ ഇത് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിച്ചിട്ടാണെങ്കിൽ പാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ടൊക്കെ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷിൻ്റെ ആണെങ്കിൽ സുധിയെടുത്ത് ചോദിക്കുക, നീ എന്ത് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിധിയെ കൊണ്ടാകണമെന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധി പറയുന്നുണ്ട്, ഞാൻ റെഡിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധിയാണെങ്കിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പിറക്കെ സുധി വന്നിട്ട് പറയുന്നുണ്ട്, ഈശ്വര ദൈവമേ നമ്മൾ നിധിക്കാണെങ്കിൽ ജോലി കിട്ടണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ ഇങ്ങനെ പിറകോട്ട് തിരിഞ്ഞൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.